ഹലോ, വെൽക്കം ബാക്ക് ടു ആദുര ജ്യൂസ്. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് അല്ലേ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ബ്രോക്കോളി ചീസ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാനത് ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നോർമലി ഞാനിത് കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടമാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ചീസ് അൺസോൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ടഡ് ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഉപ്പുണ്ടാവും അതിൽ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഉപ്പ് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉപ്പ് ഭയങ്കര ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെയാണ് നല്ലത്. സോൾട്ടഡ് ആയിട്ടുള്ളത് വാങ്ങാൻ നല്ലത്. ഞാൻ അൺസോൾട്ടഡ് ആണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെന്താ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീഡിയോയ്ക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ കോഫി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കഷ്ണം ഇതേപോലുള്ള ഒരു കഷ്ണം മതി നമുക്ക് ഒരു കപ്പ് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗത്തിനും താഴെ മതി നമുക്ക് പാല്. വല്ലാതെ പാൽ ആവശ്യമില്ല, കാരണം ബട്ടർ ഉണ്ടല്ലോ കൂടെ. അപ്പോൾ നമ്മൾ ബാക്കി അത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. കൂടാതെ ഈ ബട്ടറും കൂടി അതിലിട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നു, തിളപ്പിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിനി സ്റ്റവ് ഓൺ ചെയ്യുക. അടുത്തതായി നമ്മൾ പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നു. ഇനി ഇത് തിളച്ച് വരുന്നത് നോക്കിയിരിക്കുക നമുക്ക്. അങ്ങനെ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായി വന്നതിന് ശേഷം നമ്മൾ കോഫി പൗഡർ ആണല്ലോ ഇതിലിടുക. അതെല്ലാവർക്കും അറിയാമല്ലോ. ബട്ടർ കോഫിയിൽ നമ്മൾ കോഫി പൗഡർ ആണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എൻ്റെ അടുത്തുള്ളത്. ഏത് കോഫി പൗഡർ ആണെങ്കിലും നമ്മൾ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടി തന്നെ എല്ലാവരും ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സോ സിമ്പിൾ, റെഡിയാണ് കോഫി. ബീറ്റർ ഇല്ലാത്തവർ ആണെങ്കിൽ, എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ട്, പക്ഷെ അത് കൈ വെച്ച് അങ്ങനെ അമർത്തുന്നതാണ്. അതാ ഒരാൾ കണ്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ. അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാനാ. ആൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാമല്ലേ. അപ്പോൾ അതിന് ഞാൻ ഇന്ന് അവന് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിലും പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അവനത് ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ വല്ലാതെ പാൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പാലെടുത്ത് കുറച്ച് വെള്ളം കൂട്ടി തിളപ്പിച്ചിട്ടാണ് അവന് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാലൊഴിക്കും. കുട്ടികൾ കഴിക്കാനായിട്ടില്ല, പാൽ കുടിക്കുന്ന കുട്ടികളാണ്. പക്ഷെ എന്നാലും വന്ന ഒരു സ്മെല്ല് ഇതൊക്കെ നോക്കും. വെറുതെ ഒന്ന് ഇങ്ങനെ വായൊക്കെ വന്ന് മുട്ടിച്ചിട്ടൊക്കെ നോക്കും. അത്രയേ ഉള്ളൂ. കഴിക്കണത് എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും അവർക്കറിയില്ല. എന്നാലും ഒരു ക്യൂരിയോസിറ്റി, എന്താ സംഭവം എന്നുള്ളത്. അമ്മ കഴിക്കുന്നുണ്ടല്ലോ, അത് വെച്ച് നോക്കുക. അതൊന്നും കണ്ടോ, വന്നിങ്ങനെ നോക്കും. അതുപോലെ ആ പാത്രക്കൊന്നും ഇങ്ങനെ കടിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണുള്ളത്. കാർത്തൂന് അത് ഇഷ്ടമായി, അതുകൊണ്ട് കാർത്തു അത് കഴിക്കുകയാണ്. വേറൊരു കുറുമ്പൻ അവിടെ ഉണ്ട്, കണ്ടോ. അത് കാരണം കളിക്കാൻ അവനെ കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് പോയി. ഈ കുറുമ്പന്മാർ ഭയങ്കര രസമാണ്. ഇപ്പം നോക്കിയാലും ഇവർ തല്ലൂടിക്കൊണ്ടിരിക്കും, കടിക്കും, വാലുമ്മ കടിക്കുകയൊക്കെ ചെയ്യും. അമ്മ അങ്ങനെ അത്രയും ഡേഞ്ചർ ആണെങ്കിൽ മാത്രം അമ്മ പോയിട്ട് ഇങ്ങനെ കുട്ടികളെ തന്നെ നക്കി ഇതാക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ കാത്തു ഭയങ്കര ഭക്ഷണത്തിലാണ്. അപ്പോൾ അവൾ കഴിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വരാം അല്ലേ. ഓക്കെ. അപ്പം നമുക്ക് ഓംപ്ലേറ്റിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ പുതിനയില, മല്ലിയില, കുക്കുംബർ, ബ്രോക്കോളി ചെറിയ കഷ്ണം മതി, പിന്നെ തക്കാളി പകുതി കഷ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പകുതി സബോള, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ട് 2 മുട്ട അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഇനി സബോള ഇങ്ങനെ ഇതുപോലെ കുനുകുനെ അരിയുക. അതുപോലെ നമ്മുടെ പുതിനയില അല്ലാതെ ഇത് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ അരിയുക. കുറച്ച് പുതിനയില എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാം കുഞ്ഞിതാക്കിയിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചതിൽ ഇട്ട് കൊടുക്കുകയാണ്.
അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് എനിക്കൊരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓണാക്കി പാൻ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഓയിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. വെളിച്ചെണ്ണയാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ നോർമലി നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലൊന്നും ഒലീവ് ഓയിൽ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഇത്തിരി കുരുമുളക്, ഇവിടെ നല്ല എരിവുള്ള കുരുമുളകാണ്, അത് കടയിൽ നിന്ന് വാങ്ങണതല്ല. അത് കാരണം അതിന് ഭയങ്കര എരിവ് അതുപോലെ തന്നെ കൂടുതലാണ്. അപ്പോൾ അതൊരു പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് പൊട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ. അതിന് ശേഷം നമുക്ക് ഇപ്പം മറിച്ചിട്ടില്ല, അത് നമ്മൾ അതിൻ്റെ മുൻപത്തെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചീസ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട്, അതായത് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ വെക്കാറ്. വെറുതെ ഒരുപാട്, അതായത് ഒരു 2-3 ചീസും വയ്ക്കാൻ ഭയങ്കര ചീസിനോട് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിന് മുഴുവനായിട്ടും ചീസ് നിങ്ങൾക്ക് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചീസ് എടുത്തിട്ട് അതിനൊരു 5-6 കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ 4 മൂലക്കിലും നടുവിലൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിടുക. ഞാനിത് സ്പീഡാകാൻ വേണ്ടി കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോർമലി ഇതാ തിരിച്ചിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചീസ് വെക്കാം. അപ്പം ഞാൻ ചീസ് ഇതായി ഇങ്ങനെ വെച്ചിരിക്കണത്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നറിയോ, ഒരു ലിഡ് എടുത്തിട്ട് അത് മൂടി വെക്കുക. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ ചീസ് ഇങ്ങനെ മെൽട്ടായിക്കോളും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾട്ടഡ് ആയിട്ടുള്ളത് വാങ്ങരുത്, അൺസോൾട്ടഡ് വാങ്ങുക എല്ലാവരും. അൺസോൾട്ടഡ് വാങ്ങിച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ കോഫിയും നമ്മുടെ ചീസ് ബ്രോക്കോളി ഓംലേറ്റ് റെഡിയാണ്. അപ്പോൾ വലിയ ഡെക്കറേഷനൊന്നും ചെയ്യാനുള്ളതുണ്ടായിരുന്നില്ല, എനിക്ക് അത്രയും വിശപ്പുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുക്കമ്പർ എടുത്ത് 4 ഭാഗത്തും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചീസ് നന്നായിട്ട് വേണ്ടവർക്ക് ഈ പറഞ്ഞ പോലെ വെക്കാം കേട്ടോ. അങ്ങനെയും you must try. Bye.